ഉള്ളത് കൊണ്ടാണ്. അത് സാരില്ല, മോള് നല്ലപോലെ അവനോട് സ്നേഹിച്ചേ നല്ലപോലെ നിൽക്ക്, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഇത് അവനക്ക് ചായ കൊണ്ട് കൊടുക്കും ഇപ്പോൾ. വെറുതെ ആവശ്യമില്ലാണ്ട്, അതിനറിയില്ല, ചെറിയ കുട്ടിയല്ലേ, അതിന് പണ്ടും കാര്യമില്ല. എപ്പോഴും വരുമ്പോഴും കൈ നിറയെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടേ ഇപ്പം എന്താ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞാണ് ആ കുട്ടിക്ക്. ചായ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണോ വന്നെന്നുള്ള കാര്യം നിന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ കാണിക്കാൻ നിൽക്കണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഇതായത്. അത് സാരമില്ല, എനിക്കറിഞ്ഞൂടെ, എനക്കൊന്നും അറിയാത്തോണ്ടല്ലേ അങ്ങനെ സംസാരിച്ച്. അറിയണത് എനിക്ക് മാത്രല്ലേ, അതുകൊണ്ടാണ് എനിക്ക് വിഷമമായത്. നീ അങ്ങനെ സംഭവിച്ചിട്ട് എന്താ ഞങ്ങളെ വിളിച്ചിട്ടൊന്നും ഒരു വാക്ക് പറയാഞ്ഞത്? ആ സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു അവിടെ. അവര് പിടിച്ചതും ഫോണും പേഴ്സും ഒക്കെ മാറ്റി വെച്ചു. 15 ദിവസം ജയിലിനുള്ളിൽ കിടക്കുമ്പോഴേക്കേ നിങ്ങളെയും ഉമ്മാനെയും ഒക്കെ ആലോചിച്ച് ഞാൻ അവിടെ കിടന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിഞ്ഞില്ലേ. വേദനിപ്പിച്ച പോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഇല്ല, അതൊന്നും കുഴപ്പമില്ല. ഉമ്മ പറഞ്ഞപ്പോഴാണുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നു. എന്തായാലും അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, അതന്നെ എത്രയോ വലിയ സമാധാനം. അതൊന്നും കുഴപ്പമില്ല കേട്ടാ. ചായ ഞാൻ കുടിച്ചോളാം. അല്ല, ഉച്ചക്ക് എന്താ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞു ഉമ്മ? ഉമ്മന്റെ അടുത്ത് കൂട്ടാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ട് അത് ഉണ്ടാക്കട്ടെ. ശരി ശരി, ഞാൻ ചായ കുടിച്ചിട്ട് ഒന്ന് കുളിക്കട്ടെ.